ഇന്ത്യ ഇംഗ്ലണ്ട് 5 മത്സര ടെസ്റ്റ് പരമ്പരയിലെ 5-ാം മത്സരം ജൂലൈ 31 മുതലാണ് ആരംഭിക്കാനായി പോകുന്നത്. 4 ടെസ്റ്റ് മത്സരങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ 2-1 ഇംഗ്ലണ്ട് പരമ്പരയിൽ ലീഡ് ചെയ്യുകയാണ്. 5-ാം മത്സരം വിജയിച്ച് പരമ്പര സമനിലയിലാക്കാനായി ടീം ഇന്ത്യ ശ്രമിക്കുമ്പോൾ 5-ാം ടെസ്റ്റിന് മുന്നോടിയായി ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനുമായി ബന്ധപ്പെട്ട നിർണായക അപ്ഡേറ്റുകളാണ് എത്തിയിരിക്കുന്നത്. ചില സുപ്രധാന മാറ്റങ്ങൾ ടീമിന്റെ പ്ലേയിങ് ഇലവനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളിൽ പറയുമ്പോൾ ഈ റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപേ ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. നിർണായക മത്സരത്തിനായി ടീം ഇന്ത്യ തയ്യാറെടുക്കുമ്പോൾ 4 സുപ്രധാന മാറ്റങ്ങളാണ് ടീമിന്റെ പ്ലേയിങ് ഇലവനുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ പറയുന്നത്. ഓവലിൽ നടക്കാനായിരിക്കുന്ന 5-ാം ടെസ്റ്റിലേക്ക് സ്പിൻ ബൗളറായ കുൽദീപ് യാദവിനെ ടീം ഇന്ത്യ പരിഗണിക്കുന്നുണ്ട് എന്നതാണ് പുറത്തുവന്നിരിക്കുന്ന ആദ്യ റിപ്പോർട്ട്. സ്പിൻ അറ്റാക്കിന് കുറച്ചുകൂടി ഡോമിനൻസ് ലഭിക്കുമെന്നുള്ള സാഹചര്യത്തിലാണ് കുൽദീപ് യാദവിനെ പ്ലേയിങ് ഇലവനിലേക്ക് ഇറക്കാനുള്ള ഒരു നീക്കം ടീം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും കാണുന്നത്. അൻഷുൽ കാംബോജിന് പകരമായിട്ടായിരിക്കും 5-ാം ടെസ്റ്റിലേക്ക് ടീം ഇന്ത്യ കുൽദീപിനെ പരിഗണിക്കുന്നത്. ജസ്പ്രീത് ബുംറയ്ക്ക് അവസാന മത്സരത്തിൽ ടീം ഇന്ത്യ വിശ്രമം നൽകാനായി തയ്യാറായേക്കുമെന്നും ഏറ്റവും പുതിയ റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. ബുംറയ്ക്ക് പകരക്കാരനായി ആകാശ് ദീപിനെ ആയിരിക്കും ടീം ഇന്ത്യ 5-ാം ടെസ്റ്റിലേക്ക് പരിഗണിക്കുക. പരിക്കിൽ നിന്ന് റിക്കവറായ ആകാശ് ദീപ് ഫിറ്റ്നസ് വീണ്ടെടുത്തിരുന്നു. ഷാർദുൽ ഠാക്കൂറിനെ മാറ്റിക്കൊണ്ട് പകരം ഒരു ബോളിംഗ് ഓപ്ഷനെ കൂടി ഉൾപ്പെടുത്താനുള്ള ഒരു നീക്കമാണ് ടീം ഇന്ത്യ അടുത്തതായി നടത്തുന്നത്. കാരണം ഇക്കോണമിയിൽ പന്തെറിയാനായി ഷാർദുലിന് സാധിക്കുന്നില്ല എന്നത് തന്നെയാണ് ക്യാപ്റ്റൻ ഗില്ലിനെ കുഴയ്ക്കുന്ന ഒരു പ്രശ്നം. അവസാന മത്സരത്തിൽ 11 ഓവറിൽ 55 റൺസാണ് ഷാർദുൽ ഠാക്കൂർ വിട്ടുകൊടുത്തത്. ഇക്കോണമിയിൽ പന്തെറിയാനായി താരം നന്നായി ബുദ്ധിമുട്ടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ മത്സരങ്ങളിൽ കണ്ടത്. അതുകൊണ്ട് തന്നെ താരത്തിന് പകരം പ്രസിദ്ധ് കൃഷ്ണയെ ടീം ഇന്ത്യ 5-ാം ടെസ്റ്റിലേക്ക് പരിഗണിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ടുകളും കാണുന്നുണ്ട്. ഈ 3 മാറ്റങ്ങൾക്ക് പുറമെ ഋഷഭ് പന്തിന് പകരക്കാരനായി ധ്രുവ് ജുറൽ 5-ാം ടെസ്റ്റിൽ ടീമിന്റെ പ്ലേയിങ് ഇലവനിലേക്ക് എത്തുന്നതിനുള്ള അപ്ഡേറ്റ് ആണ് ഇന്ത്യയുടെ പ്ലേയിങ് ഇലവൻ അപ്ഡേറ്റിൽ ഏറ്റവും അവസാനം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ 4 മാറ്റങ്ങളോട് കൂടി ടീം ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനെ പരിഗണിക്കുകയാണെങ്കിൽ SSC ജയ്സ്വാൾ, KL രാഹുൽ, സായ് സുദർശൻ, ശുഭ്മാൻ ഗിൽ, ധ്രുവ് ജുറൽ, ജഡേജ, വാഷിംഗ്ടൺ സുന്ദർ, കുൽദീപ് യാദവ്, ആകാശ് ദീപ്, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ എന്നിവരായിരിക്കും ടീമിലുണ്ടാവുക. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.